എൻ്റെ വീട് നിങ്ങളുടെ വീട് പോലെ കാണണമെന്ന് 2016 പ്രധാനമന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു എന്ന് പിണറായി വിജയനാണ് പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മളാരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. അത് അദ്ദേഹം തുടങ്ങി വെച്ചു. പത്തനംതിട്ടയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, എവിടെയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് എനിക്കറിയാം. അദ്ദേഹം അത് രണ്ടാമത്തെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു. എവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് പറഞ്ഞിട്ട് അതിനോട് പ്രതികരിച്ചോ? അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന, ഒന്നിച്ച് പാർട്ടി സംഘടനാ രംഗത്ത് അദ്ദേഹത്തെ അടുത്ത് നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ഖ്യാതിയല്ല ഞാൻ പറയുന്നത്. ഇത്രയും പരസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എൻ്റെ സെക്രട്ടേറിയറ്റ്, എൻ്റെ ഓഫീസ് അത് അഴിമതിയുടെ നിഴലാട്ടം ഇല്ലാത്തതാണെന്ന് ഉറച്ചു നിന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാനൊരു സംഭവം നിങ്ങളെ ശ്രദ്ധപ്പെടുത്തണം. നിങ്ങളാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നതും അദ്ദേഹം ഇവിടെ റോഡ് ഷോ നടത്തിയതും ഒക്കെ നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ്. പക്ഷേ അന്നത്തെ കൽക്കത്തയിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ദിവസമായിരുന്നു. അന്ന് ജ്യോതി ബാസുവിൻ്റെ ഒരു സ്മാരക മന്ദിരത്തിന് ശിലയിടാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നിതീഷ് കുമാറായിരുന്നു. അതിലെ മുഖ്യ പ്രസംഗം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് CPM മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ്റേതായിരുന്നു. അദ്ദേഹം ആ പരിപാടിക്ക് പോയില്ല. നിതീഷ് കുമാറും പോയില്ല. ഇതുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. നിതീഷ് കുമാർ പോകാതിരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് NDAയിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ സൂചനയായിരുന്നു അവിടെ അദ്ദേഹം പോകാഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പോയില്ല എന്ന് മാത്രമല്ല, തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയത് P. രാജീവ്, പ്രധാനമന്ത്രി വൈകുന്നേരം ഇവിടെ ഔദ്യോഗിക പരിപാടികളിലേക്കാണല്ലോ പിറ്റേന്ന് നടക്കുന്ന ഈ സ്വകാര്യ പരിപാടി ഗുരുവായൂരിലേത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകണം എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇവിടെ നാവിക വിമാനത്താവളത്തിൽ അവിടെ രാജീവ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടത്, നേരത്തെ പറയാതെ ഇവിടെ പോവാതെ, കൽക്കത്തയിൽ പോവാതെ ഈ ജ്യോതി ബസു മരിച്ചിട്ട് തന്നെ എന്നിട്ട് അവിടെ പാർട്ടി ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കാൻ ഇത്രയും കാലമെടുത്തു. അതിൽ നേരത്തെ നിശ്ചയിച്ച ഈ പരിപാടിക്ക് പോവാതെ അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയും കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ ഒരു വിദൂര കോണിൽ മുഖം കറുപ്പിച്ചിട്ട് നമ്മളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും കാണാം. അങ്ങനെ ഒരു ചിത്രമാണ് പിറ്റേ ദിവസത്തെ എല്ലാ മലയാള ഇംഗ്ലീഷ് പത്രങ്ങളിലും കേരളത്തിൽ വന്നത്. ഈ ഫോട്ടോ ക്രെഡിറ്റ് ചെയ്തിരുന്നില്ല. അവിടേക്ക് എൻ്റെ അന്വേഷണത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഒരു ഫോട്ടോഗ്രാഫർമാരെയും അനുവദിച്ചിരുന്നില്ല.
തിരുവനന്തപുരത്തുനിന്ന് വന്ന, ഇവിടെയുണ്ട് PRDയുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ആ പ്രത്യേക ചിത്രം മുഖ്യമന്ത്രിയുടെ വകുപ്പായ PRD ആണ് എല്ലാ പത്രങ്ങളിലും എത്തിച്ചു കൊടുത്തത്. അത് വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശം BJPക്കാർ ഇവിടെ പിന്നെ BJP സുരേന്ദ്രനോ മറ്റ് എല്ലാവരുമൊക്കെ ചേർന്ന് നിങ്ങൾ എന്ത് ചെയ്താലും പ്രധാനമന്ത്രി എനിക്കൊപ്പമാണ്, ഞാൻ പ്രധാനമന്ത്രിക്കും ഒപ്പം ആണെന്നാണ് ഞാനിപ്പോൾ ധൈര്യപൂർവ്വം വളരെ വ്യക്തമായി ഞാൻ അതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം എന്താ, ഈ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ CMRLമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൽ അദ്ദേഹത്തിനും മകൾ വീണയ്ക്കും ഒക്കെ എതിരെയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ആ നടപടികളുടെ പശ്ചാത്തലത്തിൽ സമൻസ് അയക്കാൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ആണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളുടെ രക്തസാക്ഷികളുടെ ചരിത്രത്തിലും അവിശ്വാസത്തിൽ കലർത്തിയ, അതിനെ ചവിട്ടിത്തേച്ച ഒരു ഗവൺമെൻറ്റായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നുള്ളത് തിരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, അത് തിരുത്തി കാണിക്കാൻ ഈ 2 വർഷമുണ്ട്. ഈ 2 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നില്ലെങ്കിൽ, CPMന് കഴിയുന്നില്ലെങ്കിൽ, പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ, കേരളം കൂടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നഷ്ടമാവും എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം, ഇത് നീണ്ടുപോയി, പക്ഷേ ഞാൻ ഇത് മറ്റൊരവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ആദ്യന്തം എതിർക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു വാദം, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ വയനാട്ടിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആളെ എത്രയും നരേന്ദ്രമോദി അപമാനിച്ചതിനേക്കാളും വിമർശിച്ചതിനേക്കാളും വളരെ മോശമായിട്ട് പിണറായി വിജയൻ തൊട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക MLAമാരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സ് പുറത്ത് പറയുന്നവർ, അവർ വരെ ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ DNA പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞിട്ട് എന്താണ് ചിത്രം? രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ചു, UPയിൽ നിന്ന് അവിടുന്ന് ജയിച്ചു. രാഹുൽ ഗാന്ധിയെ തോറ്റോടുകയാണെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി എത്ര ലക്ഷം വോട്ടിനാണ് അമേത്തിയിൽ തോറ്റത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ DNA പരിശോധിച്ചാൽ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ നിന്ന് തോൽക്കുകയല്ല ചെയ്തത്. അവരതിൻ്റെ മുന്നേ തന്നെ അവരെ തെറ്റ് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ തെറ്റിൽ വേദനിച്ച് പിന്നെ ഇതിൻ്റെ പുലിയുടെ പുറത്ത് ഞാൻ കയറി, ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ ഞാനെന്ത് ചെയ്യണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് പിന്നെ ഈ നമ്മളുടെ അമേരിക്കയിലുണ്ടായിരുന്ന നമ്മളുടെ ആ യോഗീൻ്റെ പേരെന്താ, മരിച്ചുപോയ, പിന്നെ രജനീഷ്, ഈ രജനീഷിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഇത് ചെന്നു. അത് കണ്ട ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയിൽ പൂപ്പിൽ ജയ്ക്കർ അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിന്നെ നിങ്ങൾ ജയിലിലടച്ചിട്ടുള്ള ആ തടവുകാരെയൊക്കെ ഒന്ന് പുറത്തേക്ക് വിട്ടേക്ക്, നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. അവരാ കാര്യം മകനോട് പറഞ്ഞു.
അതുവരോട് ഭരണവൃത്തങ്ങളുടെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു, അവരെല്ലാം വേണം വെച്ചു, അത് ചെയ്യരുത് ആപത്താങ്ങൾ. പക്ഷെ അവർ ഉറച്ചു നിന്നു. അവർ ഫെബ്രുവരി 77 ഫെബ്രുവരി 18 ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തടവറയിൽ നിന്ന് ജയപ്രകാശ് അടക്കമുള്ള ആളുകളെ മുഴുവൻ മോചിപ്പിച്ചു. 18 അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവർ തോൽവി സ്വീകരിച്ചു. അതുപോലെ ഒരു പിന്നെ ഒരു ആ ജീൻസിൻ്റെ ഇത് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ നെഹ്റുവിൻ്റെയും മോത്തിലാലിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ പഴയ ചരിത്രം വരുന്ന കാശ്മീരിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഒരു പിന്നെ ശിവശക്തിയെ ആരാധിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗ ഹിന്ദു മതവിഭാഗത്തിൽ നിന്ന് ഉയർന്ന വിഭാഗത്തിൽ നിന്നാണ് ഈ നെഹ്റു കുടുംബം വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ബഹുമാനപ്പെട്ട MLAക്കൊന്നും ആ ചരിത്രം മനസ്സിലാവില്ല. ആ ജീൻ അതിലുണ്ട്, ആ ശക്തിക്ക് ഒരു തരാറുണ്ട്. അതിന് ഒരു പിന്നെ ഇന്ദിരയുടെ ഫിറോസ് ഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു വിദേശിയായ ഒരു ജീവചരിത്രകാരി പറയുന്നത്, അതായത് ഫിറോസ് ആൻഡ് ഇന്ദിര were socialists, but Indira was Firoz was federal minded, but Indira was എന്താ പറയുക, ഈ ഇതെല്ലാം അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ. പക്ഷെ അവർ മനുഷ്യത്വം ഉള്ളവരായിരുന്നു. സാർ, നീണ്ടുപോയതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കുക. സാർ നേരത്തെ പറഞ്ഞപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് പറഞ്ഞത്. അതായത് CMR വിഷയം ഗവൺമെന്റ് മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ജ്യോതി ബസുവിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പകരം ഇവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ അത് വെളിപ്പെടുത്താതെ അദ്ദേഹം പോവുകയും കാണുകയും ഇതും കണ്ടു. താങ്കൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്താനായിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന്? അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ നടത്താൻ നോക്കിയത് മാത്രം. ഞാൻ ഇതിൻ്റെ ഒരു ഇതല്ല. ഒരു LDFൻ്റെ CPMൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി CPM അതിൻ്റെ പ്രഥമ ടാസ്ക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ചെന്ന് തൻ്റെ സ്വന്തം വീടായിട്ട് ഇത് കാണാൻ പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങി. അപ്പോൾ അതിന് മുമ്പേ ഉള്ളൊരു ബന്ധമാണ്. അതിന് നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. RSSും ആയിട്ടുള്ള ഒരു സന്ധി CPM ഉണ്ടാക്കി ഇദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം. അതിൽ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തണമെന്ന് പിന്നെ ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ BJP നേതാക്കളില്ലാതെ RSS നേതാക്കളുമായി നേരിട്ട് അംഗരക്ഷകരും പരിവാരങ്ങളും ഒന്നുമില്ലാതെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയിട്ടൊരു സന്ധി ഉടമ്പടി ഉണ്ടാക്കിയില്ലാണ് ആളാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയായിട്ട് എന്തൊക്കെ ഇതുണ്ടാക്കി എന്നുള്ളത് മറ്റ് കൂടുതൽ ഇതിലേക്ക് ഞാൻ പോയാൽ പിന്നെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണ്, രേഖകളുള്ളതാണ്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വായനക്കാർക്ക് വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. താങ്കളിത് പറയുമ്പോൾ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കാണുന്നതിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ റിസീവ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വന്തം അല്ല, അത് പ്രധാനമന്ത്രിയെ റിസീവ് ചെയ്യുമെന്ന് പറഞ്ഞു പോയില്ലല്ലോ. ആ പെർട്ടിക്കുലർ ഡേയിൽ അതിനേക്കാളും ആലോചിച്ചാൽ മതി.
ഈ ജ്യോതി ബസു എന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ മുക്കിലും മൂലയിലും ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പിണറായിയിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള ആ ജ്യോതി ബസു മരിച്ചിട്ട് ഇത്ര വർഷമായിട്ട് അദ്ദേഹത്തിനൊരു സ്മാരക മന്ദിരം ഈ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യേണ്ട വേദിയിൽ പോകേണ്ടിയിരുന്ന പ്രധാനമന്ത്രിക്ക് അതിലും വലുതായിരുന്നോ ഇദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? ഔദ്യോഗികമായി പറയാതെ അങ്ങനെ ഒരു ഇതിന് അദ്ദേഹം മാറി നിന്നുകൊണ്ട് പാത്തു പതുങ്ങി പോയത് എന്തിനാണ് എന്നുള്ളതല്ല, അത് എന്തിനാണെന്ന് എനിക്കറിയാം, അത് എൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളറിയാം. ഞാനത് താങ്കൾ ചോദിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങൾക്ക് അത് വിശ്വസിക്കേണ്ട. പിണറായി വിജയന് ഇനിയും കൂടുതൽ വോട്ടിംഗ് ശതമാനവും വോട്ടും ഒക്കെ കിട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരണം. എനിക്കെന്താ ദോഷം?